ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാനായി. Gracious God, your word is lamp unto our feet and light unto our path. ദൈവമായ കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകുന്നുവല്ലോ, ഞങ്ങളുടെ ഹൃദയത്തിന് അത് വെളിച്ചമാകുന്നുവല്ലോ. Therefore, O Lord, at this time we pray that the words of my mouth and the meditations of our hearts be acceptable in your sight, O Lord, our rock and our redeemer. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. Amen. ആമേൻ. I count it a privilege and joy to be with you at this 121st Maraman Convention. ഈ 121ാമത് മാരാമൺ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുക എന്നുള്ളത് വലിയ ഒരു പദവിയും സന്തോഷവുമായിട്ട് ഞാൻ കണക്കാക്കുന്നു. I am happy to share with you that I was here 7 years ago for the 114th convention. 7 വർഷം മുൻപ് 114ാമത് കൺവെൻഷനിൽ വന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം എനിക്ക് ഇടയായി എന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. Therefore, I thank my Lord and Savior Jesus Christ for extending this invitation through Marthoma Church to be here today. മാർത്തോമാ സഭയിലൂടെ വീണ്ടും ഈ യോഗങ്ങളിൽ വന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം ക്ഷണം എനിക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Today, this gathering consists of not only people from the state of Kerala, but also from other parts of India and also from other parts of the world. കേരള സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതോടൊപ്പം ഇന്ത്യക്ക് വെളിയിലുള്ള പ്രദേശങ്ങളിൽ നിന്നും അനേകർ ഈ യോഗങ്ങളിൽ സംബന്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Because this is a spiritual fellowship for all of us. ഇത് ആത്മീയ കൂട്ടായ്മയാണല്ലോ നമുക്കേവർക്കും. Because we come here year after year to have our spirituality enhanced by such convention. നമ്മുടെ ആത്മീയത ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ വർഷം തോറും നമ്മൾ ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്ന് സംബന്ധിക്കുന്നത്. Therefore, at this time, while I count it a privilege and thank God, I like to share the good news with you. അതുകൊണ്ട് ഈ വർഷം ഇത് എൻ്റെ ഒരു പദവിയായിട്ട് ഞാൻ കണക്കാക്കുന്നതോടൊപ്പം നല്ല വാർത്ത നിങ്ങളോടൊത്ത് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Listen to the scripture now. നമ്മൾ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. The dawn was breaking on the first day of the week. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. And when they went there, an angel of the Lord descended from heaven. ആ സമയത്ത് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. He came to the stone, rolled it away and sat down on top of it. അവൻ വന്ന് കല്ല് ഉരുട്ടി മാറ്റി ആ കല്ലിന്മേൽ ഇരുന്നു. Looking at him was like looking at lightning, and his clothes were white like snow. അവന്റെ രൂപം മിന്നലിനെ ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. The guards trembled with terror at him and became like corpses themselves. ആ കാവൽക്കാരൊക്കെയും ഇത് കണ്ട് ഭയപ്പെട്ട് അവരെ മരിച്ചവരെ പോലെ ആയി തീർന്നു. Don't be afraid, said the angel to the women. അപ്പോൾ ദൂതൻ വന്ന് സ്ത്രീകളോട് പറയുകയാണ്, ഭയപ്പെടരുത്.
I know you are looking for Jesus who was crucified. എനിക്കറിയാം നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെയാകുന്നു യേശുവിനെയാകുന്നു ഇവിടെ തിരയുന്നത്. He isn't here. He has been raised as he said he would be. അവൻ ഇവിടെ ഇല്ല. അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Come and see the place he was laying. അവനെ വെച്ചിരുന്ന സ്ഥലം വന്ന് കാണുക എന്ന് അവരോട് പറഞ്ഞു. Then go at once and tell his people, disciples, that he has been raised from the dead. കണ്ടതിന് ശേഷം നിങ്ങൾ ചെന്ന് ശിഷ്യന്മാരോട് പറയുക അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. And tell them that he is going on ahead of you to Galilee. അവൻ നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തയും അവരെ അറിയിക്കുക. And that's where you will see him. അവിടെയാകുന്നു നിങ്ങൾ ഇനി യേശുവിനെ കാണുവാനായിട്ട് പോകുന്നത്. And this is the story the evangelist Matthew tells us about the resurrection of our Lord and Savior Jesus Christ. ഇതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷമുള്ളതായുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗങ്ങൾ. The women scurried off quickly away from the tomb in a mixture of terror and great delight and went to tell the disciples of ഈ Jesus. സ്ത്രീകൾ അവിടെ നിന്ന് അതിവേഗം ഭയത്തോടും അതോടൊപ്പം വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ അറിയിപ്പാനായിട്ട് പോയി. Suddenly there was Jesus himself. He met them and said greetings. പെട്ടെന്ന് യേശു അവർക്ക് പ്രത്യക്ഷമായി അവരെ അഭിവാദ്യം ചെയ്യുന്നു. They came up to him and took hold of his feet, prostrating themselves in front of him. അവര് യേശുവിന്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണ് അവന്റെ കാൽ പിടിച്ചു. Don't be afraid, said Jesus. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്. But go and tell my brothers that I am going off to Galilee and they will see me there. എന്നാൽ നിങ്ങൾ പോയി നിന്റെ ശിഷ്യന്മാരോട് പറയുക, എന്റെ സഹോദരങ്ങളോട് പറയുക, ഞാൻ നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോകുന്നു. The most frequent commandment in the Bible is what the angel says to the women and what Jesus then repeats. Don't be afraid. നിങ്ങൾ ഭയപ്പെടരുത് എന്നുള്ള ഈ ഒരു അഭിവാദ്യം ആവർത്തിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. അത് ദൂതന്മാർ പറയുന്നു, അതോടൊപ്പം അത് യേശുക്രിസ്തു ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. Don't be afraid. Yes, because something new has happened. നിങ്ങൾ ഭയപ്പെടരുത്, എന്തുകൊണ്ടെന്നാൽ പുതിയ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. Don't be afraid. Yes, because the world is never going to be the same again. നിങ്ങൾ ഭയപ്പെടരുത്, എന്തുകൊണ്ടെന്നാൽ ഇതുവരെയും കണ്ട ലോകമല്ല ഇനിയും ആയിത്തീരുവാനായിട്ട് പോകുന്നത്. Don't be afraid. See, because our life is about to be turned upside down and inside out. നിങ്ങൾ ഭയപ്പെടരുത്, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിയുവാനായിട്ട് പോവുകയാണ്. Don't be afraid, because God is going to be with us and demand new things of us. നിങ്ങൾ ഭയപ്പെടരുത്, എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളോട് കൂടി ആയിരിക്കുകയും നിങ്ങളിൽ നിന്ന് പുതിയ കാര്യങ്ങളെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. Don't be afraid. Easter proves it. നിങ്ങൾ ഭയപ്പെടരുത്, അത് തെളിയിക്കത്രേ ചെയ്യാൻ പോകുന്നത്. So this is the first great emphasis of Matthew's account of the first Easter morning. ഈ ഉയർപ്പിന്റെ രാവിലെ സമയത്തുള്ള ഈ അനുഭവത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം ആകുന്നു വിവരിച്ചിരിക്കുന്നത്. Of course, the women had every reason to be afraid of. ഈ സ്ത്രീകൾക്ക് ഭയപ്പെടുവാൻ തക്ക എല്ലാ കാരണങ്ങളും ആ അവസരത്തിൽ ഉണ്ടായിരുന്നു. Because there was an earthquake. അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. There was an angel. അവിടെ ഒരു ദൂതനെ കണ്ടു. And the guards were struck down as though they were dead. കാവൽക്കാർ മരിച്ചവരെ പോലെ ആയി തീർന്നു. So, but we look at the invitation they gave to these women. എന്നാൽ ആ സമയത്ത് ഈ സ്ത്രീകൾക്ക് നൽകുന്നതായുള്ള ആ ഒരു ക്ഷണം എന്താകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. The invitation consists of two parts. ഈ ക്ഷണത്തിൽ രണ്ട് ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. First, come and see. ഒന്ന് വരിക, കാണുക. Secondly, go and tell. രണ്ട് പോകുക, പറയുക. So it has been said that these four words actually encompass the whole of Christian life and experience. ഈ നാല് വാക്കുകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങളും നമ്മുടെ എല്ലാവിധമായ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന നാല് വാക്യങ്ങൾ അത്രേ. It all began with the word come.
ഇതിന്റെ ആരംഭത്തിൽ പറയുന്നത് വരിക എന്നുള്ള വാക്കോട് കൂടിയാണ് ആരംഭിക്കുന്നത്. When the women are afraid, when they fear, all hopes are lost. When they see the gods that look like death, the angel invites them, come and see. അവിടെ ഭയപ്പെടുവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീകൾക്കുണ്ടായിരുന്നു. ദൂതനെ അവർ കണ്ടു. അവിടെ നിന്ന് കാവൽക്കാർ മരിച്ചവരെ പോലെ ആയിത്തീർന്നു. അവിടെ ഭൂകമ്പം ഉണ്ടായി. ഇതെല്ലാം അവരുടെ ഭയത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ അതിന്റെ മധ്യയാണ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. The word come is a welcome word. വരിക എന്നുള്ളത് സ്വാഗതം ചെയ്യുന്ന ഒരു വാക്കത്രേ. It is an invitation word. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ക്ഷണമാണ്. And this was the first word spoken by the angel. ഇത് ഈ ദൂതൻ പറയുന്ന ആദ്യത്തെ വാക്കാണ്. If we look at the ministry of Jesus Christ, we will see that Jesus often used the word come. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. യേശു ക്രിസ്തു പലപ്പോഴും വരിക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. As we heard this afternoon, Jesus said, come, follow me, I will make you fishers of men. ഒരു കൂട്ടം ആളുകളോട് യേശു ക്രിസ്തു പറഞ്ഞു, വരിക, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും. Matthew chapter 4 verse 19. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. And shortly after, in chapter 11 verse 28, we read, Jesus says, come to me, all you who are weary and burdened, and I will give you rest. 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. If you go further to chapter 19 verse 14, we read that Jesus now tells, let the children come to me and do not hinder them, for the kingdom of heaven belongs to such as these children. നമ്മൾ മുൻപോട്ട് പോയി 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ശിശുക്കളെ കണ്ടിട്ട് അവൻ പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. So throughout the Gospels, Jesus continues to say, come. സുവിശേഷത്തിൽ മുഴുവനായിട്ട് യേശു ക്രിസ്തു തുടർന്നും പറയുന്ന ഒരു സംഗതി വരിക എന്നുള്ള ആഹ്വാനമാണ്. That doesn't mean it is an easy decision. അങ്ങനെ വരിക എന്ന് പറയുമ്പോൾ അത് വളരെ ലഘുവായ ഒരു അനുഭവമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. Sometime it may cost us something. ചിലപ്പോൾ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. And that is why Jesus says, if you read chapter 16 verse 24, if anyone would come after me, he must deny himself and take up his cross and follow me. അതുകൊണ്ടാണ് 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, എന്നെ അനുഗമിപ്പാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. Therefore, responding positively to the imperative come is very costly. വരിക എന്ന് പറയുന്ന ആ ഒരു ക്ഷണത്തോട് ക്രിയാത്മകമായി നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വില കൊടുക്കേണ്ടതായ ഒരു സംഗതി തന്നെയാണ്. Long ago, during the Second World War, lived a very important person in Germany by the name Dietrich Bonhoeffer. ബോൺഹോഫർ എന്ന് പറയുന്നത് ഒരു ദൈവശാസ്ത്രജ്ഞൻ 2-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ജീവിച്ചിരുന്നു. He was earlier a professor in the United States of America. അമേരിക്കയിൽ അദ്ദേഹം ഒരു അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. But in Germany, things were happening in a very negative way. എന്നാൽ ജർമ്മനിയിലെ കാര്യങ്ങളൊക്കെയും വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. Under Hitler's regime, people were suffering, they were being persecuted. ഹിറ്റ്ലറുടെ നാസി ഭരണകൂടത്തിന് കീഴിൽ ജനങ്ങളൊക്കെയും അവിടെ അടിമത്തം അനുഭവിക്കുകയും അവർ പല രീതിയിലുള്ള പീഡകൾക്ക് വിധേയമാകുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. When Bonhoeffer heard that his fellow Jews were suffering in his own country, Germany, he decided to leave United States of America to go to Germany. തന്റെ സഹോദര യഹൂദന്മാര് ജർമ്മനിയിൽ പീഡ അനുഭവിക്കുന്നു എന്ന് കേട്ടപ്പോൾ ബോൺഹോഫർ അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു.
So when his fellow colleagues, professors came to know that Dietrich Bonhoeffer decided to go back to Germany, they dissuaded him from going there. തന്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കൂട്ടുകാരൊക്കെയും ഇദ്ദേഹം ജർമ്മനിയിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ പോകാതിരിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തെ തടയുവാനായിട്ട് ശ്രമിച്ചു. But Bonhoeffer told them, if I do not participate in the sufferings of my own people, I do not have the right to participate in the reconstruction of Germany. അപ്പോൾ ബോൺഹോഫർ ഇപ്രകാരമാകുന്നു പറഞ്ഞത്, എന്റെ ജനങ്ങളുടെ കഷ്ടതയിൽ ഞാനും പങ്കാളിയാകുന്നില്ല എങ്കിൽ എന്റെ രാജ്യത്തിന്റെ പുനർനിർമ്മിതിയിൽ പങ്കാളിയാകുവാൻ എനിക്ക് സാധ്യമല്ല. Therefore he went back to Germany. അങ്ങനെ ബോൺഹോഫർ ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോയി. But he was arrested by Nazi regime. നാസി പട്ടാളക്കാര് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. And he was put in prison and he suffered. ആ ജയിലിൽ അടച്ച് വളരെ പീഡകൾ അദ്ദേഹം അനുഭവിച്ചു. But he continued to pray, continued to meditate, continued to write. അവിടെ കിടന്നുകൊണ്ട് തുടർച്ചയായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അദ്ദേഹം എഴുതുകയും ചെയ്തു. And his writings are titled Letters and Papers from Prison. ജയിലിൽ നിന്നുള്ള ലേഖനങ്ങൾ എന്നുള്ള പേരിൽ അദ്ദേഹത്തിന്റെ ഈ എഴുത്തുകളൊക്കെ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. Among the many books he has written, one important book is titled The Cost of Discipleship. ഒരു ശിഷ്യനായിരിക്കുന്നതിന് കൊടുക്കേണ്ട വില എന്ത് എന്നുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. And in that book, Dietrich Bonhoeffer says, when Jesus passes by a person, he bids him come and die for me. അതിൽ ബോൺഹോഫർ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ സമീപേ കൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നീ വരിക എന്നുള്ള ആ ഒരു വലിയ ക്ഷണം. So coming in order to follow Jesus is costly. യേശുവിനെ അനുഗമിപ്പാൻ തക്കവണ്ണം വരിക എന്ന് പറയുന്നത് തീർച്ചയായും വില കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. Therefore he writes about the cost of discipleship. അതുകൊണ്ടാണ് ഒരു ശിഷ്യനായിരിക്കുന്നതിന് കൊടുക്കേണ്ട വില എന്താണ് എന്ന് ആ പുസ്തകത്തിന്റെ പേര് കൊടുക്കാൻ തന്നെ കാരണം. And from the history we know that this man, a man of faith, man of God, finally was killed almost 3 or 4 days prior to American troops delivering the people. അമേരിക്ക ഈ ജർമ്മനിയെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുൻപായിട്ട് 3-4 ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഈ ബോൺഹോഫർ അവിടെ മരിച്ചു വീഴുന്നതായിട്ട് അത്രേ നമ്മൾ വായിക്കുന്നത്. The one who talked about the cost of discipleship finally sacrificed his own life. ഒരു ശിഷ്യത്വത്തിന് വേണ്ടി കൊടുക്കുന്ന വില എന്താണ് എന്ന് എഴുതിയതായിട്ടുള്ള ബോൺഹോഫർ തന്റെ ജീവൻ തന്നെ വിലയായിട്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നു. Therefore accepting the call come is costly. അതുകൊണ്ട് വരിക എന്നുള്ള ആ ഒരു വിളി നിങ്ങൾ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് വില കൊടുക്കേണ്ടതായി വരും എന്നുള്ള വസ്തുത നിങ്ങൾ ഓർത്തുകൊള്ളണം. Today we came to know about hundreds and thousands of evangelists and missionaries who are working all over India. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 100 കണക്കിന് മിഷണറിമാരെ കുറിച്ച് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടല്ലോ. We thank God that they have accepted the call, come. വരിക എന്നുള്ള ആ വിളി അവർ സ്വീകരിച്ചത് കൊണ്ടാണ് ഇവിടെയൊക്കെ അവർക്ക് പോകുവാനായിട്ട് സാധിച്ചത്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. If we look at our own religion, the way of life, Christianity is more than a system of beliefs. കുറെ വിശ്വാസ സംഹിതകൾ അടങ്ങിയ ഒരു പ്രസ്ഥാനമല്ല ക്രിസ്തു മതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. It is an active faith. ഇത് വിശ്വാസം പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാകുന്നു. It is a faith that will be responsive to the prompting of the Holy Spirit and will to walk wherever he wants us to walk. പരിശുദ്ധാത്മാ അതിന്റെ പ്രേരണയോട് പ്രതികരിക്കുന്ന ഒരാത്മാവായിരിക്കും അപ്പോൾ നമ്മളിൽ ഉള്ളത്. ആ പരിശുദ്ധാത്മാവ് എവിടേക്ക് നമ്മളെ നയിക്കുന്നോ അവിടേക്ക് പോകുവാൻ തക്കവണ്ണം നമ്മൾ അപ്പോൾ മനസ്സ് വയ്ക്കുന്നവരായി തീരും. Therefore following Christ, being held by Christ is a decision of our own faith. യേശുവിനെ അനുഗമിക്കുകയും യേശുവിനാൽ പിടിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ എടുക്കുന്നതായുള്ള ഒരു തീരുമാനമാകുന്നു. And the angel said to women,
come and see where this man was. ദൂതൻ ആ സ്ത്രീകളോട് പറഞ്ഞു, വരിക, വന്നിട്ട് എവിടെയാണ് അവനെ വെച്ചിരുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുക. So the second word is see. കാണുക എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്ക്. See the place where Jesus lay. എവിടെയായിരുന്നു യേശുവിനെ വെച്ചിരുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുക. Because seeing reveals one's personal experience. കാണുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അനുഭവമായി മാറുന്ന ഒരവസ്ഥയാണ്. The only way to really know about faith in Christ is to have an experience with Christ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മനസ്സിലാകണമെങ്കിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. Whoever is born from the womb finally goes to the tomb. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച എല്ലാ വ്യക്തികളും അവസാനം കല്ലറയിൽ ചെന്നാണല്ലോ അവസാനിക്കുന്നത്. But here when the angel says to the women, come and see, it is the other way around. എന്നാൽ നേരെ തിരിച്ചൊന്ന് കാണുവാനാണ് ഇവിടെ ഈ ദൂതൻ ഈ സ്ത്രീകളോട് പറയുന്നത്. This is the place where Jesus lay. ഇവിടെയായിരുന്നു യേശുവിനെ വച്ചിരുന്നത്. So this is the place where Jesus is not seen now. എന്നാൽ അവിടെ ഇപ്പോൾ അവനെ കാണുവാൻ സാധിക്കുകയില്ല. ആ സ്ഥലം നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. So what happens here? The tomb has become the womb for new life. ഇവിടെ ഈ കല്ലറ എന്ന് പറയുന്നത് ഒരു പുതിയ ജീവന്റെ ഉദരമായിട്ട് മാറുകയത്രേ ചെയ്യുന്നത്. So our Easter faith is tomb becoming the womb. ഉയർപ്പിന്റെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കല്ലറകളൊക്കെയും ഉദരങ്ങളായി മാറുന്ന ഒരു അനുഭവം അത്രേ. Therefore, it is very important for us to pay attention to the summons of Jesus, come. അതുകൊണ്ട് വരിക എന്ന് പറയുന്നതായിട്ടുള്ള ആ യേശുവിന്റെ വലിയ ആഹ്വാനമുണ്ടല്ലോ, അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. And with the summons is enjoined the verb see. അതോടെ ചേർന്നാണ് പറയുന്നത് കാണുക എന്നുള്ളതും. Because our own personal experience in this world is important to proclaim the gospel. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം സുവിശേഷം പ്രഖ്യാപിപ്പാൻ തക്കവണ്ണം വളരെ യോഗ്യമായി തീരണം എന്നുള്ളത് അത്രേ. ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. ഞാൻ എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നീ കാവലുള്ളതാ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ